ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഡീനിയം ചെടിയുടെ റീപോർട്ടിങ്, അതേപോലെ അഡീനിയം പ്രൂണിങ്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഡീനിയം ചെടികൾക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇത് നമ്മൾ പൂക്കളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്ന ഒരു അഡീനിയം ചെടികളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ കുറച്ച് മുന്നേ വേനലിൽ നമുക്ക് പൂക്കളുണ്ടായിരുന്നു. ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും നിറയെ പൂക്കളുണ്ടായിരുന്ന ഒരു അഡീനിയം പ്ലാന്റുകളാണ്. അപ്പം അതിനുശേഷം പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞ്, അതേപോലെ വിത്തുകളൊക്കെ പാകമായതിനു ശേഷം നമുക്ക് മുറിച്ച് മാറ്റാവുന്ന തണ്ടുകളൊക്കെ ഈ ചെടിയിൽ നിന്ന് തന്നെ നമ്മൾ മുറിച്ച് മാറ്റുന്നുണ്ട്. ആ മുറിച്ച് മാറ്റിയ തണ്ടുകൾ നമ്മൾ നട്ട് പുതിയ തൈകളാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ചെടികൾ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. ഇപ്പം പൂക്കൾ കുറവാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ അഡീനിയം ചെടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറേ തണ്ടുകൾ നമ്മൾ ഇത്തരത്തിലെ ഈ അഡീനിയം ചെടികളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാഫാണ് ഈ മുറിച്ച ഭാഗത്ത് അഡീനിയം ചെടികളുടെ തണ്ടുകളിലൊക്കെ നമ്മൾ പുരട്ടി കൊടുത്തിട്ടുള്ളത്. സാഫ് പുരട്ടി നമ്മൾ 3-4 ദിവസം വെച്ചതിന് ശേഷമാണ് ആ തണ്ടുകൾ വീണ്ടും നട്ട് കൊടുക്കുക. അപ്പം മുറിച്ച തണ്ടുകൾ നമ്മൾ വേസ്റ്റ് ചെയ്യാതെ അത് വീണ്ടും ഒന്ന് നട്ട് കൊടുക്കുകയാണെങ്കിൽ പുതിയ തൈകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോട്ടുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹോളുകളുള്ള, അടിവശത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള പോട്ടുകൾ എടുത്ത് ഇതേപോലെ മണ്ണ് നിറച്ചാൽ മതി. മണ്ണ് നമുക്ക് മണൽ, ചാണകപ്പൊടിയും കുറച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് മണ്ണും എടുത്ത് മിക്സ് ചെയ്ത പോട്ടി മിക്സാണ് ഈ കാണുന്നത്. അപ്പോൾ അധികം വളം ഈ ഇത്തരത്തിലുള്ള പോട്ടി മിക്സിന് ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഹോളുകളിട്ട് നമ്മൾ പ്ലാന്റ് കട്ടിങ്ങുകളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക് ഇതിൽ വേരുകളൊക്കെ വന്ന് പുതിയ ലീഫുകളൊക്കെ വരാൻ തുടങ്ങും. അപ്പം ലീഫുകൾ 3-4 ലീഫുകൾ പുതുതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് ഈ ഒരു പോട്ടിൽ നിന്ന് മറ്റൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്ത് ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാവുന്നതാണ്. വീണ്ടും അതിന് വളങ്ങളൊക്കെ ചെയ്ത് നമുക്കൊന്ന് റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിട്ട് തരും. ഇങ്ങനെ നമ്മൾ തണ്ട് മുറിച്ച് നട്ട് വളർത്തുന്ന അഡീനിയം ചെടികൾക്ക് കാഡറ്റ്സ് കുറവായിരിക്കും. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും 2-3 വർഷമൊക്കെ ആകുമ്പോഴേക്ക് അതിൽ കാഡറ്റ്സൊക്കെ ഡെവലപ്പായി നല്ലൊരു അഡീനിയം ചെടിയായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ നമ്മളെ അഡീനിയം ചെടികൾ കുറേ പൂക്കൾ ഇത്തരത്തിൽ കട്ടിങ്ങുകളിൽ നിന്ന് പൂക്കളൊക്കെ വിരിയിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം നേരിട്ട് മഴയത്തേക്ക് വെക്കാതെ ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം നനച്ച് കൊടുത്താൽ മതി. മണ്ണ് ഡ്രൈ ആവുന്നതനുസരിച്ച് നോക്കി മാത്രം ഈ അഡീനിയം ചെടികൾ നനച്ച് കൊടുക്കുക. അതുകൂടാതെ ബാക്കി അഡീനിയം ചെടികളൊക്കെ നമ്മൾ ഒരു ഷെയ്ഡിലേക്ക് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ വിത്തുകൾ മുളച്ച് വന്നിട്ടുള്ള അഡീനിയം ചെടികളുണ്ട്. വിത്ത് മുളച്ച് അത്യാവശ്യം പാകമായിട്ടുള്ള വലിയ അഡീനിയം ചെടികൾ, ആ അഡീനിയം ചെടികളും നമ്മൾ ഒരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇത് നമ്മൾ തൈകളാണ്. ഇതേപോലെ വിത്ത് നമ്മൾ പോട്ടിൽ പാകി കൊടുത്ത് അത് തൈകളായി മാറി അത്യാവശ്യം ഹെൽത്തി ആയിട്ട് അത്യാവശ്യം വലിയ കാരറ്റ്സൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതൊരു അത്യാവശ്യം വലിയ പോട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തൈകൾ നമ്മൾ റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ ചുവടുവശത്ത് നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങളും അതേപോലെ നേരത്തെ പറഞ്ഞ അതേ പോട്ടി മിക്സൊക്കെ വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ പോട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 അഡീനിയം കൂടി നമ്മൾ ഒരുമിച്ച് ഒറ്റ പോട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 രീതിയിലും നമുക്ക് അഡീനിയം ചെടികളുടെ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ മദർ പ്ലാന്റ്, അഡീനിയം ചെടിയുടെ മദർ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് തണ്ടുകൾ മുറിച്ച് മാറ്റുന്ന സമയത്ത് ആ തണ്ടുകൾ നട്ടിട്ട് നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിത്തുകളുണ്ടാവും. ആ വിത്തുകൾ കളക്ട് ചെയ്ത് അതും നമുക്ക് മുളപ്പിച്ച് ഇതേപോലെ തൈകളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 രീതിയിലും നമ്മുടെ അഡീനിയം ചെടികൾ ഇതിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. 2നും നല്ല റിസൾട്ടാണ്. നല്ല രീതിയിൽ പൂക്കൾ ആകുന്ന സമയത്ത് നിറയെ പൂക്കളുണ്ടാവും. ഇപ്പോഴും പൂമുട്ടുകളും ചെറിയ പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. എന്നാലും ഈ ഒരു സമയം മഴക്കാലം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 മാസം കഴിയുമ്പോഴേക്ക് ഇത് നിറയെ പൂക്കളായി മാറും. നമ്മളിപ്പോൾ ഷെയ്ഡിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അഡീനിയം ചെടികൾക്ക് അത്യാവശ്യം നല്ല വെയിൽ അത്യാവശ്യമാണ് ഈ ചെടികൾ പൂവിടാനൊക്കെ വേണ്ടിയിട്ട്. ഡയറക്റ്റ് നമ്മൾ മഴയത്തൊക്കെ വെക്കുകയാണെങ്കിൽ ചെടിയുടെ കാഡറ്റ്സൊക്കെ കേടായി പോകാനും അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് മഴയിൽ നിന്ന് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ അഡീനിയം ചെടിയുടെ ഇപ്പോഴത്തെ കെയറിങ്ങും അതേപോലെ നമ്മളെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഈ ചെടികളിലൊക്കെ ഇനിയും വിത്തുകളുണ്ട്. വിത്തുകളുള്ള ചെടികളൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ അഡീനിയം ചെടികൾക്ക് ഇത്തരത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡീനിയം ചെടികൾ കേടാവാതെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.